നമുക്കൊരു വൻപയർ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. വൻപയർ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് ശകലം വെള്ളത്തിൽ ഒരു 3 വിസിലടിക്കുക. അടിച്ചിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം. തവ സ്റ്റൗവിൽ വെച്ച് ഇനി കടുക് വറുക്കാം. ശകലം എണ്ണ ഒഴിക്കുക. ചുറ്റിച്ചു കൊടുക്കുക. കടുകിട്ടു. ചുവന്നുള്ളി ഇട്ടു. പച്ചമുളക് ഇട്ടു. കരിയാപ്പില ഇട്ടു. ഇനി നമുക്ക് ശകലം സവാള ഇടാം. സവാള അരിഞ്ഞിട്ട് ഒരു 3 ഉപ്പിടാം. ഒന്ന് ചുമക്കട്ടെ. ഒന്ന് വഴറ്റട്ടെ. നല്ലോണം ശകലം പയറാണ് മെഴുക്ക് പുരട്ടുന്നത്. എനിക്കും അമ്മയ്ക്കും മതിയല്ലോ. അതുകൊണ്ട് അതിനനുസരിച്ച് സവാള മതി. നമുക്ക് ഏറെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെ സവാള. കൊച്ചുള്ളിയാണ് നല്ലത്. പിന്നെ ഞങ്ങളുടെ എളുപ്പത്തിന് കൊച്ചുള്ളിയാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് കിട്ടും. ശകലം മുളക് പൊടി ഇട്ടു. മുളകിൻ്റെ പച്ചമണം മാറുമ്പോൾ പച്ചമണം മാറട്ടെ. വൻപയറിട്ടെ മെഴുക്ക് പുരട്ടാം. നമുക്ക് നല്ല ടേസ്റ്റുള്ള ഫുഡാണ്. ഉണ്ടാക്കി കഴിക്കണേ. പ്രോട്ടീൻ റിച്ച് സാധനമല്ലേ. ഇവിടെ ഞങ്ങൾക്ക് ശകലം മതി. അതാണ് ഞാൻ ഇത്രയും ഉണ്ടാക്കിയത്. ഈ നേരം കിടന്നൊന്ന് മൊരിയട്ടെ എണ്ണയ്ക്കകത്ത്. പയർ മെഴുക്ക് പുരട്ടി റെഡിയായി. സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ ഉണ്ടാക്കിയ കഴിച്ച് നോക്കണേ. ഉണ്ടാക്കി എല്ലാവരും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, ഫോളോ ചെയ്യുകയും ചെയ്യണേ.